ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ അതുപോലെ വയനാടിൻ്റെ ഡി അഡിക്ഷൻ ബോർഡറിൽ സെന്റർ വെച്ചിട്ട് ഞങ്ങളൊരു സംഭവം കണ്ടു. അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ യഥാർത്ഥത്തിൽ ഈ ബാവലി പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് അതിനടുത്താണ് ഈ സംഭവം. അവിടെ ഒരു പോലീസുകാരൻ ശരിക്കും അത് താങ്കൾക്കറിയുന്ന പോലെ വനപ്രദേശമാണ്. അതിൻ്റെ ഊടുവഴികളിലൂടെയൊക്കെ തന്നെ മൈസൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ മയക്കുമരുന്ന് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് വാഹകരും അവിടെയുണ്ട് നമുക്ക് മനസ്സിലായി. അതൊക്കെ ഒരു ട്രാൻസിറ്റ് ഏരിയ ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ ഈ ആ സ്ഥലത്ത് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ രാവിലെ 7 മണിക്ക് വന്ന് നിന്നാൽ രാത്രി 8-9 മണി വരെ അയാൾ അവിടെ നിൽക്കും. പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഈവനും പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യാൻ പോലെയുള്ള സൗകര്യങ്ങൾ ഈ സ്ഥലത്തില്ല. നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായ ഒരു കാര്യമാണ്. അത് എനിക്കൊന്ന് എക്സൈസ് പോലെ തന്നെ പോലീസിനും സ്റ്റാഫിൻ്റെ കുറവുണ്ട്, സൗകര്യങ്ങൾ കുറവുണ്ട്. അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കും? ഞാനത് ആ റിപ്പോർട്ടിൽ ശ്രീ രാജേഷ് അത് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരുടെ സേവനങ്ങൾ, മിടുക്കരായ ഉദ്യോഗസ്ഥന്മാർ റിട്ടയർ ചെയ്തിട്ടുണ്ടല്ലോ. 56 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു പ്രായമല്ല കേരളത്തിൽ. അപ്പോൾ അവരുടെ സർവീസ് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ എക്സൈസിനും. കാരണം നമ്മുടെ കുട്ടികൾ ചെന്നുപെട്ടിരിക്കുന്ന ഈ മഹാ അപകടം, നമ്മുടെ യുവതലമുറ പെട്ടിരിക്കുന്ന അപകടം, അതിൻ്റെ വ്യാപ്തി എത്രയോ കൂടുതലാണ് എൻ്റെ യാത്രയിൽ എനിക്ക് മനസ്സിലായി. മാത്രമല്ല ഞാൻ കണ്ടറിഞ്ഞ കേരളമല്ല യഥാർത്ഥ കേരളം എന്ന് പോലും തോന്നിയ നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. ശ്രീ എം പി രാജേഷിനും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ഈ നാട് മൊത്തം സഞ്ചരിച്ച് നടക്കുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ താങ്കൾക്കും അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. ആരുടെ സേവനവും ഉപയോഗിക്കുന്നതിന് തടസ്സമില്ല. സമൂഹത്തെ ആകെ നമ്മൾ അണിനിരത്തുകയാണല്ലോ ഈ ക്യാമ്പയിനിൽ, ഇതിനെതിരായിട്ടുള്ള പ്രതിരോധത്തിൽ. അതുകൊണ്ട് ആരുടെ സേവനവും ഉപയോഗിക്കുന്നതിന് ഒരു തടസ്സവും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചില്ല. ഇപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ, എക്സൈസിൻ്റെ ചെക്ക് പോസ്റ്റുകൾ നമ്മൾ ആരംഭിച്ചിടത്തൊക്കെ ഈ സൗകര്യങ്ങൾ ഒരുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടെയ്നർ ചെക്ക് പോസ്റ്റ് എന്നൊരാശയം വളരെ വിജയകരമായി തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിൽ ഇത് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള നടപടികളും സ്വീകരിക്കും. എന്തായാലും എക്സൈസിനെ ശക്തിപ്പെടുത്താൻ ധാരാളം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരള എക്സൈസ് മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റ്, അത് ചെക്ക് പോസ്റ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ലഹരിക്കടത്ത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആവിഷ്കരിച്ചത്. അത് നല്ല ഫലം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വലിയ തോതിലുള്ള മയക്കുമരുന്ന് പിടിച്ചെടുക്കുന്നതിന് സഹായകരമായിട്ടുള്ളൊരു കാര്യം അതാണ്. ക്രൈംബ്രാഞ്ച് ഈ ഗവൺമെൻറ് രൂപീകരിച്ചതാണ് എക്സൈസ് ക്രൈംബ്രാഞ്ച്. ക്രൈംബ്രാഞ്ചിനെ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ തുടർന്ന് സ്വീകരിക്കും. ക്രൈംബ്രാഞ്ച് വന്നതിൻ്റെ വ്യത്യാസം എന്താ? വ്യത്യാസം കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ, വളരെ ഗൗരവമുള്ള കേസുകൾ അന്വേഷിച്ച് തെളിയിക്കുന്നതിൽ, വലിയ തോതിലുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിൽ വിജയിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ 35 വർഷം വരെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസുകളിൽ ശിക്ഷ നമുക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അനേകം കേസുകളിൽ 25 വർഷം വരെ ശിക്ഷ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശിക്ഷയുടെ കൂടുതൽ കഠിനമായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന തരത്തിൽ പഴുതടച്ച അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിൻ്റെ രൂപീകരണം സഹായകരമായിട്ടുണ്ട്. വാഹനങ്ങൾ എക്സൈസിന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ആധുനികമായിട്ടുള്ള വാഹനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഇനിയും വാഹനങ്ങൾ വാങ്ങി നൽകുന്നതിന് സഹായകരമായി ഇപ്പോൾ നിലവിൽ 15 വർഷമായിട്ടുള്ള എല്ലാ വാഹനങ്ങളും റീപ്ലേസ് ചെയ്യുന്നതിന് സഹായിക്കും. അതിനാവശ്യമായിട്ടുള്ള പണം നൽകാം എന്ന് ധനകാര്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സൈസിനെ ശക്തിപ്പെടുത്തുന്നതിലും നവീകരിക്കുന്നതിനും ഈ സർക്കാർ ഈ സാമ്പത്തിക ഞെരുക്കത്തിനെല്ലാം ഇടയിലും പ്രത്യേകമായിട്ടുള്ള താല്പര്യമെടുത്തിട്ടുണ്ട്. അത് തുടരും. ശക്തമായിട്ടുള്ള ഒരു സേനയാക്കിയിട്ട് എക്സൈസിനെ മാറ്റിക്കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നത്തെ നമ്മൾ നേരിടാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 2 വശങ്ങളുണ്ട്. ഞാനിന്നത് അവിടുത്തെ അധ്യക്ഷ പ്രസംഗത്തിനും പറഞ്ഞിരുന്നു. ഒരു ദ്വിമുഖമായ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു ഭാഗത്ത് ഇതിനെ സാമൂഹിക വിപത്തായിട്ട് കാണുകയും സമൂഹത്തെയാകെ അണിനിരത്താൻ ശ്രമിക്കുകയും ചെയ്യുക. അതിലാണ് ഇപ്പോൾ 24 നൽകിയിട്ടുള്ള പിന്തുണയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിത്തീരുന്നത്. ഒരു ബോധവൽക്കരണം സൃഷ്ടിക്കുന്നതിൽ, സമൂഹത്തെ ആകെ മൊബിലൈസ് ചെയ്യുന്നതിൽ ഒക്കെ മാധ്യമങ്ങൾക്കൊക്കെ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ശക്തിപ്പെടുത്തുക എന്നതാണ്. നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് പഴുതടച്ചതാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ നേരത്തെ അവിടെ ചൂണ്ടിക്കാണിച്ച കാര്യം ഇവിടെ ആവർത്തിക്കാൻ ശ്രമിക്കുകയാണ്. കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടി എന്ന് പറയുമ്പോൾ തന്നെ അത് കേരളത്തിൽ മാത്രമുണ്ടായ പ്രതിഭാസമല്ല എന്നും ലോകത്താകെയും രാജ്യത്തും വലിയ തോതിൽ കൂടിയിട്ടുണ്ട്. അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിലെ സ്ഥിതി ഞാനതൊരു ആശ്വാസകരമായ കാര്യമായിട്ടോ ലഘൂകരിക്കാനോ പറയുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ. മറിച്ചൊരു പ്രചരണം നടക്കുന്നത് കൊണ്ടാണ്. കേരളത്തിൽ മാത്രമാണ് ഈ പ്രശ്നം, കേരളമാണ് ഇപ്പോൾ ആസ്ഥാനം, പഞ്ചാബിനെ പിന്തള്ളി എന്നൊക്കെയുള്ള അങ്ങേയറ്റം തെറ്റായ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രചരണങ്ങളുടെ പിന്നിൽ മറ്റുദ്ദേശങ്ങളാണുള്ളത്. ഒരു കണക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ കണക്കാണ്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പുറപ്പെടുവിച്ച ഔദ്യോഗിക റിലീസാണ്. അത് ഫെബ്രുവരി മാസത്തിലേതാണ്, 2025 ഫെബ്രുവരി മാസത്തിലേതാണ്. അതിൽ പറഞ്ഞത് 24-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ
25,000 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തു എന്നാണ്. തൊട്ട് മുമ്പത്തെ സാമ്പത്തിക വർഷം അത് 16,000 കോടിയുടെ ഇത് മാത്രമായിരുന്നു. ഒറ്റ വർഷം കൊണ്ടുണ്ടായിട്ടുള്ള വർധനവ് രാജ്യത്താകെ 55%. 25,000 കോടിയുടെ മയക്കുമരുന്ന് ഇന്ത്യയിലാകെ പിടിച്ചെടുക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കേസും ഏറ്റവും കൂടുതൽ അറസ്റ്റും നടന്നത് കേരളത്തിലാണ്. അപ്പോൾ അതിനെയാണ് ഇപ്പോൾ ദുർവ്യാഖ്യാനം ചെയ്ത് ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് 25,000 കോടിയിൽ കേരളത്തിൽ നിന്ന് പിടിച്ചെടുത്തത് 100 കോടിയോളം വരുന്ന 100 കോടിയോളം രൂപയുടെ മയക്കുമരുന്ന് മാത്രമാണ് എന്നതാണ്. അതിനർത്ഥം സ്മോൾ ക്വാണ്ടിറ്റി പോലും ഇവിടെ പിടിച്ചെടുക്കപ്പെടുന്നു, എൻഫോഴ്സ്മെൻറ്റ് കുറ്റമറ്റ നിലയിൽ നടക്കുന്നു എന്നുള്ളതാണ്. കൺവിക്ഷൻ റേറ്റും ഇന്ത്യയിൽ ഏറ്റവും ഉയർന്നത് കേരളത്തിലാണ്, 98.19%. ദേശീയ ശരാശരി 78% മാത്രമാണ്. നമ്മുടെ അയൽപക്കത്തുള്ള ചില സംസ്ഥാനങ്ങളിലേത് 25% മാത്രമാണ്. അതിനർത്ഥം കേരളത്തിൽ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരാളും പുറം ലോകം കാണുന്നില്ല, അവർ ജയിലിൽ പോകുമെന്ന് ഉറപ്പാണ് എന്നാണ്. 100-ൽ 98 പേരും ജയിലിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ കേസിൽ അകപ്പെട്ടാൽ രക്ഷപ്പെടുക പ്രയാസമാണ് കേരളത്തിൽ എന്നാണ് അത് കാണിക്കുന്നത്. രാജേഷ്, ഈ എസ്കേൻ ബോട്ടിയുടെ രണ്ടാം ഘട്ടം നമ്മൾ ആരംഭിക്കുകയാണ്. അടുത്ത മാസം 20-ാം തീയതി ജ്യോതിർഗമയ എന്ന പേരിൽ ഒരു മാസീവായിട്ടൊരു ബോധവൽക്കരണത്തിലേക്ക് സംസ്ഥാന സർക്കാർ എടുക്കുന്ന എല്ലാ നടപടികൾക്കും പിന്തുണ നൽകിക്കൊണ്ട് തന്നെ ഏതാണ്ടൊരു ജൂലൈ 20-ന് അടുത്ത മാസം 20-ാം തീയതി ഞായറാഴ്ച ഒരു 6-7 മണിക്കൂർ തത്സമയം പോകുന്ന നമ്മുടെ വിദ്യാർത്ഥികളെ പ്രത്യേകിച്ചും കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണ പരിപാടി 24 തത്സമയം വരികയാണ്. എനിക്കറിയാം എക്സൈസ് വകുപ്പ് നമ്മുടെ യാത്രക്കിടയിലൊക്കെ അതിധീരമായ നിലപാടുകൾ പലയിടങ്ങളിലും എടുക്കുന്നത് നമ്മൾ കണ്ടു. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അതിശക്തമായ തീരുമാനങ്ങൾ എടുത്ത് മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യക്ഷമായ ഇൻസ്ട്രക്ഷനും അതിനുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ ഈ ലോക വിരുദ്ധ ദിനത്തിൽ നമ്മുടെ ഈ ചെറിയൊരു സംവാദം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വലിയ ടെൻഷനുള്ള അമ്മമാരും രക്ഷകർത്താക്കളും ഒക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരോട് താങ്കൾ വളരെ സംക്ഷിപ്തമായി എന്താണ് ആവശ്യപ്പെടുന്നത്? സർക്കാരിൻ്റെ ഈ നീക്കത്തിന് എന്ത് പിന്തുണയാണ് താങ്കൾ ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? എനിക്ക് അവരോട് പറയാനുള്ളത് സർക്കാരിനൊപ്പം നിൽക്കുക എന്നതാണ്. സർക്കാർ അവരുടെ കൂടെയുണ്ട്. എക്സൈസും പോലീസും ഇപ്പോൾ വാട്സാപ്പ് നമ്പറുകൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽ വരുമ്പോൾ ധൈര്യമായിട്ട് ആ വാട്സാപ്പ് നമ്പറിലേക്ക് വിവരം അറിയിക്കാം. ഇന്ന് മുഖ്യമന്ത്രി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, അടിവരയിട്ട് വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണത്. അത്തരം വിവരങ്ങൾ തരുന്ന ഏതെങ്കിലും വിവരം ചോർന്നാൽ അതിന് ഉത്തരവാദിയായ ഉദ്യോഗസ്ഥൻ സർവീസിലുണ്ടാവില്ല എന്നുള്ളതാണ്. അത് ഗവൺമെൻറ് നൽകുന്നൊരു വാക്കാണ്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എക്സൈസിനും പോലീസിനും വിവരം തരാം. ആ വിവരം പുറത്തു പോവുകയില്ല, സുരക്ഷിതമായിരിക്കും. ധാരാളം പേർ ഇപ്പോൾ വിവരം തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വലിയ തോതിൽ പിടിച്ചെടുക്കാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് വിവരം സർക്കാർ എക്സൈസിനും പോലീസിനും കൈമാറുക. തങ്ങളുടെ കുട്ടികളോ വേണ്ടപ്പെട്ട ആരെങ്കിലുമോ ഇതിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ മൂടി വയ്ക്കാതിരിക്കുക. കാരണം ഇതിനെ യാഥാർത്ഥ്യത്തെ നമ്മൾ അഭിസംബോധന ചെയ്യുക, അതിന് പരിഹാരം കാണുക എന്നതാണ് വേണ്ടത്. മൂടി വെച്ചതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനാവുകയില്ല. ഒരു കാര്യം കൂടി, എസ്കേൻ്റെ അടുത്ത ഘട്ടം യാത്രയിൽ എവിടെയെങ്കിലും ഒരിടത്ത് പങ്കുചേരാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. മാത്രമല്ല നമ്മുടെ ലൈവ് പരിപാടിയിൽ തന്നെ താങ്കൾ പങ്കെടുക്കണം. നമ്മുടെ ഈ ജ്യോതിർഗമയ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ഞാൻ വിശദാംശങ്ങളൊക്കെ താങ്കളെ അറിയിക്കാം. ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി ശ്രീ എം വി രാജേഷ്. താങ്കളുടെ ആദർശനിഷ്ഠമായ രാഷ്ട്രീയ ജീവിതം എനിക്കറിയാം. താങ്കൾ ധൈര്യമായി മുന്നോട്ട് പോവുക. നമുക്ക് ഇതിൻ്റെ തായ്വേര അർത്ഥം മതിയാകൂ. താങ്ക് യു ശ്രീ എം വി രാജേഷ്.